മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടൻ സിദ്ദിഖിന് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നു മാത്രമല്ല, സിദ്ദിഖിന്റെ കാര്യത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചു എന്ന് മാത്രമല്ല, വളരെ ശക്തമായിട്ടുള്ള ചില പരാമർശങ്ങൾ ആ ഉത്തരവിൽ, കോടതിയുടെ ഉത്തരവിൽ, 22 പേജുള്ള കോടതിയുടെ ഉത്തരവിൽ ഉണ്ട്. ബിനിലാണ് വിവരങ്ങൾ നൽകുന്നത്. ബിനിൽ, ഇപ്പോൾ ഈ ഉത്തരവ് പുറത്തായിട്ടുണ്ട്. വളരെ ശക്തമായ ചില നിരീക്ഷണങ്ങൾ സിദ്ദിഖിനെതിരെ കോടതി നടത്തിയതായി അറിയുന്നു. എന്തൊക്കെയാണത്? അഭിലാഷ്, ശക്തമായ ചില നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഹൈക്കോടതിയിൽ നിന്ന് സിദ്ദിഖിനെതിരെ ഉണ്ടായിരിക്കുന്നു. ആ ഉത്തരവിൽ രേഖാമൂലം തന്നെ അക്കാര്യങ്ങൾ കോടതി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സിദ്ദിഖിനെതിരെ പ്രദർശിയ തെളിവുണ്ട് എന്നതാണ്. സിദ്ദിഖിനെതിരെ ചുമത്തിയ ഓരോ കുറ്റങ്ങളും കോടതി വിശദമായി തന്നെ പരിശോധിച്ചു. അതിൽ ബലാത്സംഗ കുറ്റത്തിന്റെ ഓരോ ഇൻഗ്രീഡിയൻസും കോടതി പരിശോധിച്ചു. അതിനുശേഷമാണ് ഈ ചുമത്തപ്പെട്ട എല്ലാ കുറ്റങ്ങൾക്കും പ്രഥമദൃഷ്ട്യ തെളിവുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിന് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല. സിദ്ദിഖിനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ തന്നെ വൈദ്യപരിശോധനയടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് ആ തെളിവുകൾ ഈ കേസിൽ ഉണ്ട്, മതിയായ തെളിവുകൾ ഉണ്ട്, പ്രോസിക്യൂഷനുമായി മുന്നോട്ട് പോകാൻ, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ എന്ന തീരുമാനത്തിലേക്ക് കോടതി വരുന്നു. അതോടൊപ്പം തന്നെ കോടതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനമുള്ളത്, ഈ കേസിൽ പരാതിക്കാരന്റെ ഈ കേസിൽ പ്രതിയുടെ അഭിഭാഷകൻ ഈ പ്രധാനമായും കോടതി മുമ്പാകെ എടുത്ത ഒരു വാദം എന്നത് ഈ പരാതിക്കാരിയെ കടന്നാക്രമിക്കുക എന്നതാണ്. പരാതിക്കാരിയെ കടന്നാക്രമിച്ചതിന് കോടതി കണക്കറ്റ് അതിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. അതായത് ഇത്തരത്തിൽ പരാതിക്കാരിയെ സ്വഭാവഹത്യ ചെയ്യാൻ പാടില്ല, അത് അനാവശ്യമായിരുന്നു എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അവർക്കെതിരായി നടത്തുന്ന പരാതിക്കാരിക്കെതിരായ നീക്കം അവരെ തീർച്ചയായും ബിനിൽ, ഒപ്പം ഈ ഉത്തരവിൽ സർക്കാരിനെതിരെയും വിമർശനമുണ്ട്. സർക്കാർ ഈ ഉത്തരവിലെ ഒരു വരി തന്നെ, ഓൾദോ ദ എക്സ്പെർട്ട് കമ്മിറ്റി സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ടു ദ ഗവൺമെന്റ് ഇൻ 2019, mysteriously the state government maintained a sphinx-like silence for 5 years. 5 വർഷം സർക്കാർ ഈ കാര്യത്തിൽ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ പുലർത്തിയ മൗനം എന്ന് പറയുന്നത് ദുരൂഹമാണ് എന്ന വിമർശനം സർക്കാരിനെതിരെ കൂടി കോടതി ഉന്നയിക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റിയുടെ വിഷയം അവിടെ ഉന്നയിച്ചത് പരാതിക്കാരിയുടെ അഭിഭാഷകനാണ്. ആ സമയത്ത് ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തന്നെ വന്ന അതേ വിമർശനങ്ങളുടെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഈ സിംഗിൾ ബെഞ്ചിൽ നിന്നും ആ വിമർശനം ഉണ്ടാകുന്നത്. കാരണം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ 5 വർഷം എന്ത് ചെയ്തിരുന്നു എന്ന ചോദ്യം ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചിരുന്നു. അത് തന്നെയാണ് ഇവിടെയും. ആ ഇടപെടലിൽ ദുരൂഹതയുണ്ട്, ദുരൂഹമായ ഇടപെടൽ അക്കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതിക്ക് പറഞ്ഞു വെക്കേണ്ടി വന്നിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഇപ്പോൾ ഈ നടിയുമായി ബന്ധപ്പെട്ട്, ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിഭാഷകൻ തന്നെ ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ അന്വേഷണ സംഘം സിദ്ദിഖിനെ സംബന്ധിച്ച്, സിദ്ദിഖിന് അനുകൂലമായ സാഹചര്യം ഒരുക്കി, തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി തുടങ്ങിയ കാര്യങ്ങൾ, ഒപ്പം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് വരുമെന്ന് അറിഞ്ഞിട്ടും സിദ്ദിഖ് മുങ്ങുന്നത് തടയാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല തുടങ്ങിയ ചോദ്യങ്ങൾ സമൂഹത്തിലുണ്ട്. ഈ ബെയിൽ ഉത്തരവ് എന്ന് പറയുന്നത് സിദ്ദിഖിന്റെ കേസിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ചില ഇൻസൈറ്റ്സ് നൽകുന്നതാണോ? എന്താണ് ബിനിലിന് തോന്നുന്നത്? അഭിലാഷ്, ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിയായി വരുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ടത് ദിലീപ് DGPക്ക് നൽകിയ ഒരു പരാതിയാണ്. തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന പരാതിയായിരുന്നു. ആ പരാതി അന്വേഷിച്ചപ്പോഴാണ് ദിലീപാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആള് എന്ന രീതിയിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നത്. ഇവിടെയും ഈ പരാതി ഉയർന്നു വന്നപ്പോൾ സിദ്ദിഖ് ചെയ്തത് ഒരു പരാതിയുമായി സംസ്ഥാന പോലീസ് മേധാവി, അതായത് DGPയെ സമീപിക്കുകയാണ് ചെയ്തത്. ആ പരാതി തന്നെ ആയുധമാക്കിക്കൊണ്ടാണ് സിദ്ദിഖിനെതിരെ പ്രോസിക്യൂഷൻ മുന്നോട്ട് നീങ്ങുകയും ഹൈക്കോടതിയിൽ അവരുടെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതായത് ആ നടിയെ ഈ സിനിമ പ്രിവ്യൂവിനായി ഈ സിദ്ദിഖ് ക്ഷണിച്ചിരുന്നു എന്ന കാര്യം ആ പരാതിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതായത് അവിടെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നത് ആ സിദ്ദിഖ് തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഫാക്റ്റാണ് എന്ന രീതിയിലേക്ക് ആ കോടതിയിൽ പ്രോസിക്യൂഷൻ നിലപാടെടുക്കാനും കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ കോടതിയുടെ ഉത്തരവ് പരിശോധിക്കുമ്പോൾ ഡിലേ ഉണ്ടായിട്ടുണ്ട്, പരാതിക്ക് ഡിലേ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സിദ്ദിഖിന്റെ ഒരു പ്രധാനപ്പെട്ട വാദം. ആ വാദം കോടതി തള്ളുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നത്, ഈ കേസിൽ സിദ്ദിഖിനെതിരെ ചുമത്തപ്പെട്ട ഓരോ കുറ്റകൃത്യങ്ങളുമുണ്ട്. ആ കുറ്റകൃത്യങ്ങൾ ഓരോന്നും പരിശോധിച്ച് കോടതി ആ കുറ്റകൃത്യങ്ങൾക്ക് മതിയായ ഇൻഗ്രീഡിയൻസ് ഈ കേസിൽ മൊഴികളായി വന്നിട്ടുണ്ട് എന്ന കാര്യം കോടതി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതായത്
പ്രഥമ ദൃഷ്ടിയ തന്നെ ഇതിൽ ഈ കേസ് നിലനിൽക്കും എന്നത് തന്നെയാണ് കോടതി ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതാണ് സിദ്ദിഖിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത്. അതോടൊപ്പം തന്നെ സിദ്ദിഖ് ഈ പരാതിക്കാരിക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെയും കോടതി ചുട്ട മറുപടി ഈ ഉത്തരവിലൂടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്നത് ഇവരെ കടന്നാക്രമിച്ചത് അതിജീവിതയെ അവരുടെ നാവ് നിശബ്ദയാക്കാൻ, അവരെ നിശബ്ദയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന രൂക്ഷമായ വിമർശനവും കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പല കേസുകളിലും നമ്മൾ കാണുന്നതാണ്. പരാതികൾ വരുമ്പോൾ ഇരകളെ കടന്നാക്രമിക്കുന്ന സംഭവങ്ങൾ ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ കോടതി അത് അനുവദനീയമായതല്ല എന്ന് വ്യക്തമാക്കുക കൂടിയാണ് ഈ ഉത്തരവിലൂടെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും രൂക്ഷമായ വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഉത്തരവിൽ അടങ്ങിയിരിക്കുന്നു. അതിൽ അതിജീവിതയെ നിശബ്ദയാക്കാൻ നോക്കിയതിനെതിരെയുള്ള പരാമർശങ്ങളുണ്ട്. പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ട് എന്ന ഒബ്സർവേഷൻ കൂടി കോടതി ഈ ജാമ്യ ഹർജിയിൽ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ നൽകുന്നു. ഒപ്പം